വീണകാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ, ഇതുപോലെ പൂക്കളൊക്കെ നന്നായിട്ട് പിടിക്കാനും നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റിയ ഒരു അടിപൊളി ജൈവവളം ഉണ്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നമ്മുടെ മുട്ടത്തോടും അതുപോലെ തന്നെ പഴത്തൊലിയിലൊക്കെ നല്ല കാൽസ്യം, പൊട്ടാസ്യം, അങ്ങനെ ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇവയൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയാണ് പതിവല്ലേ. കുറച്ച് നാളെന്ന് മുമ്പ് വരെ ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു വളമാക്കി ചെടികൾക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാനും പല പല വീഡിയോസൊക്കെ കണ്ടിട്ടാണ്ടോ പഴത്തൊലി മുട്ടത്തോടൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് റോസയിൽ മാത്രമാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ പൊതുവേ പൂക്കൾ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. വേറെ എന്ത് ചെടി വാങ്ങിച്ചാലും അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പതിവ്. പക്ഷെ ഞാൻ ഈ വളങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കൾ, എൻ്റെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരാൻ തുടങ്ങി. ഹൈബ്രിഡ് ജമന്തി ആയാലും ബാൾസ് ആയാലും ഞാൻ ഈ വളങ്ങൾ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഇതുപോലെയൊക്കെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഴത്തൊലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ ഗുണമേന്മ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പഴത്തൊലി അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട്. ഇപ്പം ഇത് 2 ദിവസമായതാണ്. അങ്ങനെ 1-2 ദിവസം വയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിത് ശരിയാക്കുന്ന ആ സമയത്ത് തന്നെ നമുക്കിത് ചെടികൾക്ക് ഒഴിക്കാം. എനിക്ക് അന്ന് എന്തോ ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ 2 ദിവസം വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഇങ്ങനെ തന്നെ ചെടികളുടെ ചുവട്ടിലൊന്നും കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം ഞാനിതിന് 1 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് അത് നേർപ്പിച്ചിട്ട് വേണം ഓരോ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് പലതും വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ 2 ദിവസം കളക്ട് ചെയ്ത് വെച്ച കഞ്ഞിവെള്ളത്തിലോട്ടാണ് ഞാൻ ആ ഒരു പഴത്തൊലി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ടപ്പ് നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കണത്. അപ്പോൾ ചെടികളൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വശത്തായിട്ട് മാറ്റിയത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെടിയുടെ അടുത്തോട്ട് നടന്നെത്തിയാണ്ട് എല്ലാം വലിച്ചു വാരിട്ടൊക്കെ പേര് പണിയാൻ പോണ കാരണം. അപ്പോൾ ഈ ഒരു ജമന്തിയിൽ ഒരുപാട് നാളായിട്ട് മുട്ടുകളൊന്നും ഉണ്ടാവാതെ ഇങ്ങനെ നിൽക്കും. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇത്രയും വളർന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് മുട്ടുകളൊന്നും ഉണ്ടാവാതിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു വളം കൊടുത്തതിന് ശേഷമാണ് ഇത്രയും മുട്ടുകളും പൂവുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയതോടെ. ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ട് പൂക്കളൊന്നും ഉണ്ടാകാതെ ഇതുപോലെ മുരടിച്ച് നിൽക്കുന്ന ഓരോ പ്ലാന്റ്സിലും ഇതുപോലെ പഴത്തൊലിയും മുട്ടത്തോടും നമ്മുടെ അടുക്കള വേസ്റ്റ് എന്തായാലും അരച്ച് കലക്കി. പിന്നെ നമ്മൾ ഈ വളം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് വളരെ നേർപ്പിച്ച് മാത്രമേ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചെടികൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ബൈ.